We request your മഹത്വം ഉണ്ടാവട്ടെ. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഇടവ വികാരി ബഹുമാനപ്പെട്ട KG മാത്യൂസ് അച്ഛൻ, കുമ്പഴ നസ്രാണി മറിയൻ അവാർഡ് സ്വീകരിക്കുന്ന മലങ്കര സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, അഖില മലങ്കര പ്രാർത്ഥനയോഗം പ്രസിഡന്റ് അഭിമന്യ മാത്യൂസ് മാർ തേവോദോസൂസ് തിരുമേനി, ആറന്മുളയുടെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് അബീൻ വർക്കി കോടിയാട്ട്, പത്തനംതിട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു അനിൽ, തുമ്പമൺ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പീസ്കോപ്പ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ കൂദാശയുടെ ജനറൽ കൺവീനറുമായ ശ്രീ അനിൽ കെ ടൈറ്റിസ്, ഇടവക സഹവികാരി ബഹുമാനപ്പെട്ട അജിമോൻ പാപ്പച്ചനച്ചൻ, സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, എല്ലാ വിശ്വാസികളുടെ സമൂഹമേ, വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തുമ്പമൺ കുമ്പഴ വലിയ കത്തീഡ്രലിലേക്ക് വരുവാനിടയായതിൽ. ഏതാണ്ട് ചരിത്രം പറഞ്ഞപ്പോൾ 176ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ ദേവാലയം ആരംഭിച്ചത് എന്ന് കേൾക്കുവാനിടയായി. അതിനുശേഷം പല പ്രാവശ്യം ഈ ദേവാലയം പുതുക്കിപ്പണികൾ നടത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന് രൂപഭംഗി വരുത്തുന്നതിനും അത് കൂടുതൽ മനോഹരമാക്കുന്നതിനും വേണ്ടി ഈ ഇടവകയുടെ കൈക്കാരൻ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ മൂലമുറിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയത് ഇടവചനങ്ങളൊന്നായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് അനുഗ്രഹങ്ങൾ യാചിക്കുന്ന ദിവസമാണിന്ന്. ഏത് കാലഘട്ടത്തിലും നമുക്ക് മുൻപിതാക്കന്മാരെ സ്മരിക്കുമ്പോൾ അവർ നൽകിയ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രതീകമാണ് ഈ ദേവാലയം. അത് ദൈവത്തോടുള്ളതായ സ്നേഹത്തിൻ്റെയും സമൂഹത്തോടുള്ളതായ സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ ദേവാലയം ആരാധനയ്ക്കായി സജ്ജീകരിക്കുന്നു. മനുഷ്യ സമൂഹത്തോടുള്ളതായ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ ദേവാലയത്തിൽ ജാതിമത ഭേദമന്യേ ആർക്കും വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുറന്നു കൊടുക്കുന്നു. അനേകർക്ക് ആശ്വാസവും ആനന്ദവും ലഭിക്കുവാനുള്ള കേന്ദ്രമായി ഇത് മാറുവാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ ദേവാലയം. ഇന്ന് അതിനെ കൂടുതൽ മനോഹരമാക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ ഒരു പടി കൂടി നാം ഉയരുകയാണ് ചെയ്യുന്നത്.
എത്രയും മനോഹരമായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിവാഹ കൂദാശയിൽ പാടുന്നുണ്ട്, സുന്ദരികളിൽ സുന്ദരി. സഭയെക്കുറിച്ച് പറയുന്നതാണ്. സഭ ഏറ്റവും സൗന്ദര്യമുള്ളവളാണ്. ഉത്തമഗീതത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പാട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. സഭയെ സകലവിധം സുമുഖി, എല്ലാ തരത്തിലും ശ്രേഷ്ഠയായിരിക്കുന്ന സഭ. ആ സഭയുടെ പ്രതീകമാണ് ഓരോ ദേവാലയവും. സുറിയാനി ഭാഷയിൽ സഭയ്ക്കും പള്ളിക്കും ഒരു വാക്കേ ഉള്ളൂ, ഈത്തോ എന്നാണ്. എന്ന് പറഞ്ഞാൽ സഭയെന്നുമാണ് അതിൻ്റെ അർത്ഥം, പള്ളിയെന്നുമാണ് അർത്ഥം. സഭയെ സ്നേഹിക്കുന്നവൻ പള്ളിയെ സ്നേഹിക്കുന്നു. പള്ളി എന്ന് പറയുന്നത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടമല്ല. അതിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധിക്കുമ്പോഴാണ് നാം എല്ലാവരും ചേരുന്നതാണ് പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പള്ളി എന്ന വാക്കിന് സഭയെന്ന് ഉദ്ദേശിക്കുന്നത്. ആരാധിക്കുന്ന സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ അത് സഭയാണ്. നാം ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വലിയ സ്നേഹം പ്രതിഫലിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗായക സംഘം പ്രാരംഭഗാനം ചൊല്ലിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, സ്നേഹമില്ലെങ്കിൽ ഞാൻ ആരുമല്ല, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് വളരെ മനോഹരമായി അനേക പ്രാവശ്യം അവർ ചൊല്ലി. അതെ, ആ സ്നേഹത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത്. ദൈവത്തിന് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ യേശു വന്നത്. ദൈവത്തിന് നമ്മളോട് സ്നേഹം കൊണ്ടാണ് കർത്താവ് രണ്ടാമത് വന്ന് നമ്മെ എല്ലാവരെയും പറുദീസായിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ ആ സ്നേഹം നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ സംഗീതമെന്നാണ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ അവിടെ അനേകമാണ്. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്നത് ആ അധ്യായത്തിലെ ഒരു ഭാഗമാണ്. എന്നാൽ അവിടെ 13-ാം അധ്യായം അവസാനിച്ച് കഴിഞ്ഞ് 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ എന്നാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ഒരു നാമമായിട്ടല്ല, സ്നേഹമെന്ന് പറയുന്നത് ഒരു ക്രിയയായിട്ടാണ്, ആചരിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അങ്ങനെ സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമാണ് നമ്മൾ ഈ ആരാധനാലയം മോടി പിടിപ്പിക്കുകയും ഭംഗിയാക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ദൈവസ്നേഹം ആചരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് പള്ളിയുടെ ഭിത്തിയിൽ പാനലിങ് നടത്തിയ പോലെ നമ്മുടെ ഹൃദയഭിത്തിയിലും സ്നേഹത്തിൻ്റെ പാനലിങ് നടത്തണം എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ സ്നേഹത്തിൻ്റെ പാനലിങ് നടത്തുമ്പോഴാണ് ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ നീരുറവുകൾ ഉണ്ടാകുന്നത്, സ്നേഹം കവിഞ്ഞൊഴുകുന്നത്. അങ്ങനെ സ്നേഹം കവിഞ്ഞൊഴുകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ മൂന്നാമതൊരനുഭവം ഉണ്ടാകുന്നത്, അപരസ്നേഹം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ മറ്റുള്ളവരെയും കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുക എന്ന് പറയുന്നു. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കുന്നതും
നമ്മുടെ തന്നെ ദൈവികമായി നമ്മൾ വളരുന്ന ഹൃദയത്തിൻ്റെ രൂപാന്തരവും, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ആരെല്ലാം നമ്മുടെ സ്നേഹം ആവശ്യപ്പെടുന്നുവോ, അതിന് സാഹചര്യമുണ്ടോ, അവരെയെല്ലാം സ്നേഹത്തിൽ നമ്മൾ കൈപിടിച്ച് നടത്തുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം ആചരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ എന്തെല്ലാം ലോകത്തിൽ പ്രവർത്തിച്ചാലും സ്നേഹമാണ് ലോകത്തിൻ്റെ മുഴുവൻ ആധാരമെന്ന് കുമാരനാശാൻ പാടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. ലോകം ജനിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്, ലോകം വളരുന്നത് സ്നേഹത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്നേഹത്തിൽ വളരുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത്, നമ്മുടെ മാത്രം വളർച്ച കൊണ്ട് ലോകത്തിൻ്റെ സ്നേഹം പൂർണ്ണമാകില്ല. നമ്മളോടൊപ്പം മറ്റുള്ളവരും വളരുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ഒരു പൂർത്തീകരണമുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്നെ പോലെ മറ്റുള്ളവനെയും സ്നേഹിക്കുക. കാരണം മറ്റുള്ളവന് നിന്നെപ്പോലെ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ നിൻ്റെ സ്നേഹം പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്രകാരമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കർത്താവ് നല്ല ശമറിയാക്കാരൻ്റെ ഉപമയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. നാം എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് മുഴുവനും മറ്റുള്ളവർക്ക് നൽകണം. ശമറിയാക്കാരൻ അതാണ് ചെയ്തത്. എറിഹോവിൻ്റെ പാതയോരത്ത് കിടന്ന, മുറിവേറ്റ് കിടന്ന മനുഷ്യനെ എടുത്തുകൊണ്ട് ചെന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാനീയങ്ങളൊക്കെ നൽകി വഴിയമ്പലത്തിലാക്കി തനിക്കുള്ളതെല്ലാം കൊടുത്തു. ഇവനെ പരിപാലിക്കണം. യാത്ര പോകുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ കൂടുതലായി എന്തെങ്കിലും ചിലവിട്ടുണ്ടെങ്കിൽ കൊണ്ടുതരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് എന്തോ അത് തിരിച്ചുകൊണ്ട് കൂടുതൽ ചിലവായിട്ടുള്ളത് കൊടുക്കാമെന്ന് പറയുക. അപ്പോൾ തനിക്കുള്ളത് മുഴുവനായിട്ട് ആ മനുഷ്യന് കൊടുക്കുന്നതായ സ്നേഹമെന്ന് പറയുന്നതാണ് ലോകസ്നേഹം അല്ലെങ്കിൽ ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അവരനെ നമ്മെപ്പോലെ കാണാൻ, മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കുവാൻ, മറ്റുള്ളവൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാവണം. എൻ്റെ കയ്യിൽ പണമിരിക്കുകയും മറ്റുള്ളവൻ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പണം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന സന്തോഷത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അത് അർത്ഥമില്ലാത്തതായ സന്തോഷമാണ്. മറ്റുള്ളവനും കൂടെ എന്നോടുകൂടെ സന്തോഷിക്കുമ്പോഴാണ്, എന്നെപ്പോലെ സന്തോഷിക്കുമ്പോഴാണ് എൻ്റെ സന്തോഷത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ കൂദാശ നിർവഹിക്കുമ്പോൾ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് ഇതുവരെ ചെയ്തിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ മനസ്സലിവിൻ്റെ കർമ്മങ്ങൾ കൂടുതൽ പ്രോജ്വലമായി തീർന്ന് കൂടുതൽ സ്നേഹമുള്ളവരായി തീരുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.